ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് കൂട്ടുകാർക്ക് എന്താണ് ഇനി എക്സാം വരുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ആരായിക്കൊള്ളട്ടെ, അവർക്ക് എല്ലാവർക്കും എന്താണ് നമ്മുടെ ബേസിക് സയൻസിന് മുഴുവൻ മാർക്ക് നേടിക്കൊടുക്കുക എന്നതാണ് നമ്മുടെ സൈലത്തിന്റെ ഏറ്റവും നല്ലൊരു എയിം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഈ ഒരു കുഞ്ഞു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇതാണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ എക്സാമിനോടനുബന്ധിച്ച് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണിടാ, നോക്കിക്കേം. അറേഞ്ച് ദ പൊസിഷൻ ഓഫ് സൺ, എർത്ത് ആൻഡ് മൂൺ ഡ്യൂറിംഗ് ദ ഫോളോയിങ് സിറ്റുവേഷൻ. താഴെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനം ക്രമീകരിച്ച് എഴുതുക. നമുക്കറിയാലോ, ഇവിടെ ഈ ഒരു ബോക്സ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ തന്നിരിക്കുന്ന എന്താണ്, സോളാർ എക്ലിപ്സും അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സും. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണിടാ, സൂര്യഗ്രഹണമാണ്. അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാലോ ചന്ദ്രഗ്രഹണമാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഗ്രഹണത്തിലും നമ്മുടെ സൂര്യന്റെയും നമ്മുടെ ചന്ദ്രന്റെയും നമ്മുടെ എർത്തിന്റെയും പൊസിഷൻ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അത് കണ്ടുപിടിച്ച് ഇതുപോലെ അനുയോജ്യമായ ബോക്സിൽ എഴുതാനാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മക്കളോട് മിസ് ഒരു കുഞ്ഞ് ട്രിക്ക് പറഞ്ഞു തന്നായിരുന്നു. എന്താണ്, നമ്മുടെ സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ അത് ഓർത്തിരിക്കാനുള്ള ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. എന്താണിടത്, EMS സൺഡേ. അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സ് നമ്മൾ ഓർത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു, MES മൂൺ നൈറ്റ്. ഓർമ്മയുണ്ടോ ഇത്, മൂൺ നൈറ്റ്. അപ്പൊ ഈ ഒരു കോഡ് പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ സോളാർ എക്ലിപ്സിൽ, നമ്മുടെ സൂര്യഗ്രഹണത്തിൽ സെന്ററിൽ വരുന്നത് ആരാണ്, മൂണാണ് സെന്ററിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആരെ കാണാൻ വേണ്ടി സാധിക്കില്ല, സണ്ണിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ ഇത് എപ്പോഴാണ് നടക്കുന്നത്, ഡേ ടൈമിലാണ് ഇത് നടക്കുന്നത്. അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സ് നോക്കുവാണെങ്കിൽ സെന്ററിൽ ആരാ ഉള്ളത്, എർത്താണ് സെന്ററിലുള്ളത്. ആരെയാ ഇവിടെ കാണാൻ വേണ്ടി പറ്റാത്തത്, മൂണിനെ കാണാൻ വേണ്ടി പറ്റില്ല. ഇനി എപ്പോഴാണ് ഈ ഒരു ഗ്രഹണം നടക്കുന്നത്, നൈറ്റിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഈ രണ്ട് കോഡ് പഠിക്കുവാണെങ്കിൽ എന്താണ്, ഈസി ആയിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഇതും കൂടി ഒന്ന് പൂർത്തിയാക്കാം. സോളാർ എക്ലിപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതാ സണ്ണിന്റെ ആ ഒരു പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെഴുതണം, ദാണ്ട് ഇവിടെ എർത്ത്, മൂണ് അല്ലെ. അപ്പൊ ഇതാ EMS എന്ന് നമ്മൾ എഴുതി. ഇനി അടുത്തത് ലൂണാർ എക്ലിപ്സ് ആണ്. ലൂണാർ എക്ലിപ്സിൽ ഇതാണ്ട് മൂൺ ഇവിടെ തന്നിട്ടുണ്ട്, മൂണ് M തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം MES ആണല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും, എർത്ത് അതുപോലെ തന്നെ സണ്ണ്. ഈ ഒരു രീതിയിൽ പറഞ്ഞു, ഇതാണ്ട് MES മൂൺ നൈറ്റ്. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ കൂട്ടുകാരെ എന്ത് ചെയ്യുക, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ സൂര്യഗ്രഹണം എന്താണ്, നമ്മുടെ ചന്ദ്രഗ്രഹണം എന്താണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം. അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ചോദ്യം ഇതാണ്, എ നെയിൽ കട്ടർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കട്ട് ഔട്ട് നെയിൽ ഈസിലി. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിവൈസസ് വിച്ച് മേക്ക് ഔട്ട് ടാസ്ക് ഈസിയർ ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻ. നമുക്കറിയുന്ന കേസാണ്, നമ്മുടെ കയ്യിൽ നഖം വെട്ടാൻ വേണ്ടി നമ്മൾ എന്താണ്, കത്രികയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബ്ലേഡ് ആണ് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആ ഒരു നഖം വെട്ടുക എന്ന് പറയുന്ന ജോലി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ നെയിൽ കട്ടർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ചോദ്യം, ഇതാ നെയിൽ കട്ടർ ഉപയോഗിച്ച് നഖം എളുപ്പത്തിൽ മുറിക്കാൻ കഴിയില്ലേ, ഇതുപോലെ ജോലി എളുപ്പമാക്കുന്ന സന്ദർഭങ്ങളും ഉപകരണങ്ങളും ചേർത്ത് പട്ടിക പൂർത്തിയാക്കും. അപ്പൊ ഒരു ടാബുലാർ കോളം നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ ടേബിളിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, സിറ്റുവേഷൻ വിച്ച് മേക്ക് ഔട്ട് ടാസ്ക് ഈസിയർ, നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന സന്ദർഭം, അതുപോലെ തന്നെ അതിന് സഹായിക്കുന്ന ഉപകരണം, ഡിവൈസ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം എന്താണ്, ലൂസൺ ദ സ്ക്രൂ. ഏത് ഡിവൈസ് ആണ് നമ്മൾ ആ ഒരു സ്ക്രൂ ലൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഒക്കെ നമ്മൾ എന്താണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തേതിൽ ഡിവൈസിന്റെ പേരാണ് തന്നിരിക്കുന്നത്, കത്രികയാണ് അല്ലെ. അപ്പൊ എന്തിനാണ് നമ്മൾ കത്രിക യൂസ് ചെയ്യുന്നത്, ടു കട്ട്. അതുപോലെ തന്നെ എന്തൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി, നമുക്കിപ്പോൾ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് ഇതാ ഫോർസെപ്സ് എന്ന് പറഞ്ഞാൽ ചവണ എന്നാണ് അർത്ഥം. ചെറിയ ടൈനി ആയിട്ടുള്ള വസ്തുക്കളൊക്കെ പ്ലക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ എന്താണ്, ടു പ്ലക്ക് ടൈനി ഒബ്ജക്ട്.
ടു പ്ലഗ് ടൈനി ഒബ്ജക്റ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന എന്താണ് കൂട്ടുകാർ ഇതിന്റെ ഉത്തരം ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി മക്കൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടാബുലാർ കോളം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ആ സിറ്റുവേഷൻസും അതിന് സഹായിക്കുന്ന ഡിവൈസസിന്റെയും പേരുകളും അതെങ്ങനെയാണ് എഴുതേണ്ടതും എന്നൊക്കെ ഒന്ന് നൈസായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കുറിച്ച് വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, പുഴുവിനെ നശിപ്പിച്ചാൽ ഏത് പ്രക്രിയയാണ് സാധ്യമാകാതിരിക്കുക? നമുക്കറിയാം നമ്മൾ കാണുന്ന പുഴുക്കളൊക്കെ എന്താണ്, ചിലപ്പം നമ്മൾ അതിനെ നശിപ്പിക്കാതിരുന്ന കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതൊരു നല്ല പൂമ്പാറ്റയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പുഴുവിനെ നശിപ്പിച്ചാൽ നമ്മൾ ഏത് പ്രക്രിയക്കാണ് അവിടെ തടസ്സം സൃഷ്ടിക്കുന്നത്? നമ്മുടെ പൂമ്പാറ്റയുടെ രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് ഓഫ് ബട്ടർഫ്ലൈ. അത് ഓർത്തിരിക്കുക കേട്ടോ. മെറ്റമോർഫോസിസ് ഓഫ് ബട്ടർഫ്ലൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റമോർഫോസിസ് ഓഫ് ബട്ടർഫ്ലൈ അല്ലെങ്കിൽ പൂമ്പാറ്റയുടെ രൂപാന്തരണം പഠിച്ചിട്ടില്ലേ? നമ്മൾ ജന്തുലോകം ആനിമൽ ലോർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ശലഭത്തിന്റെ വളർച്ചാ ഘട്ടങ്ങളുടെ പേരെഴുതി ശരിയായിട്ട് ക്രമീകരിക്കാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മക്കൾ നോക്കിക്കേ, ഇവിടെ ഇതാ ഒരു ചെറിയൊരു ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രത്തിൽ ഇതാ ബട്ടർഫ്ലൈ കാണുന്നുണ്ട്, ഒരു പൂമ്പാറ്റ കാണുന്നുണ്ട്, എഗ്ഗ് കാണുന്നുണ്ട്. ഇതെന്താണ്? ഇതാണ് നമ്മുടെ പ്യൂപ്പ സ്റ്റേജ് അല്ലേ? പ്യൂപ്പ കാണുന്നുണ്ട്. ഇത് നമ്മുടെ ലാർവ അല്ലെങ്കിൽ നമ്മൾ കാറ്റർ പില്ലർ പുഴു എന്നൊക്കെ പറയും. പക്ഷെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരിയായ രീതിയിലാണോ? അല്ല. നമുക്കപ്പോൾ അതിനെ അനുയോജ്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യണം. അതും കൂടിയാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം എന്താണ്? ബട്ടർഫ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്? മുട്ടയിടുന്നുണ്ട്. മുട്ട വിരിഞ്ഞിട്ട് ആര് വരുന്നുണ്ട്? നമ്മുടെ ലാർവ അല്ലെങ്കിൽ പുഴു ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു പേര് നമ്മൾ കാറ്റർ പില്ലർ എന്ന് നമ്മൾ പറയൂ കേട്ടോ. ലാർവയിൽ നിന്നും പിന്നെ എന്തുണ്ടാവുന്നുണ്ട്? പ്യൂപ്പ സ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്. പ്യൂപ്പയിൽ നിന്ന് വീണ്ടും എന്താണിടാ? നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സൈക്കിൾ എന്താണ്? കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ പൂമ്പാറ്റയുടെ മെറ്റമോർഫോസിസ് എന്ന് നമ്മൾ പറയുന്നത്, രൂപാന്തരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ രൂപാന്തരണം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഈ പറയുന്ന തവള ആയിക്കൊള്ളട്ടെ, കൊതുക് ആയിക്കൊള്ളട്ടെ, പൂമ്പാറ്റ ആയിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ മുട്ട വിരിഞ്ഞുണ്ടാവുന്നത് അതിൻ്റെ മാതൃജീവിനോട് സാമ്യമില്ലാത്ത അവസ്ഥയിലുള്ളതാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ലാർവ എന്ന് പറയുന്നത്. പിന്നീട് ആ ഒരു ജീവി പിന്നീട് അതിൻ്റെ മാതൃജീവിനോട് സാമ്യമായിട്ട് വരുന്നത് എങ്ങനെയാണ്? പല പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ്. അപ്പൊ ആ ഒരു സ്റ്റേജിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന പേരാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം നമ്മൾ പഠിച്ചത് ബട്ടർഫ്ലൈയുടേതാണ് അല്ലേ? പക്ഷെ ബട്ടർഫ്ലൈ മാത്രമല്ല, നമ്മുടെ മൊസ്കിറ്റോ, അതുപോലെ തന്നെ ഫ്രോഗ്, ഇതിനെയൊക്കെ മെറ്റമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം മക്കളൊന്ന് പഠിച്ചു വെക്കുക. ആ സ്റ്റേജസ്, ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർഡർ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? കൊതുക് എന്ന് പറഞ്ഞാൽ ഇതാ മുട്ടയിടുന്നു. മുട്ടയിട്ടിട്ടുണ്ടാവുന്ന ലാർവ സ്റ്റേജിലുള്ളതാണ് നമ്മുടെ വ്രിംഗ്ലർ അല്ലെങ്കിൽ കൂത്താടിയാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? മൊസ്കിറ്റോ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ തവളയാണെങ്കിൽ തവള ഇതാ മുട്ടയിടുന്നു. ആ മുട്ട വിരിഞ്ഞ് ആരുണ്ടാവുന്നുണ്ട്? വാൽമാക്രി അല്ലെങ്കിൽ ടാഡ്പോൾ ഉണ്ടാവുന്നുണ്ട്. അത് പിന്നീട് രൂപാന്തരണം പ്രാപിച്ചിട്ടാണ് നമ്മുടെ തവളയായിട്ട് മാറുന്നത്. അവ എല്ലാ മക്കളും ഇതാണ്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെയിൻ ആയിട്ട് ആ ഓരോ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് മക്കൾക്ക് എന്താണെങ്കിലും 100% എന്താണ് ബെനിഫിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.